ഹലോ ഗെയ്സ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് ഇൻഫോ എന്ന് പറയുന്നത് സമത്വ എലൈറ്റ് സീരീസ് 10,08,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കോമ്പറ്റീഷനും അഗ്രഷനും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ കാർണിവൽ ഗെയിമിംഗ് ആണ് ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോട് കൂടിയിട്ട് ആഷ് 1 നിൽക്കുന്ന മാച്ച് 5 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സി ജിയിലേക്ക് ജോയിൻ ചെയ്ത പുതിയ പ്ലേയേഴ്സ് വന്നിട്ടുള്ള വൈപ്പർ 4 ഫിനിഷും നമ്മളെ സൈറക്സ് 3 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ബാക്കിയുള്ള മാച്ചുകളിലും അടിപൊളി കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ടീം കാഴ്ചവെച്ചത്. അങ്ങനെ 6 മാച്ചുകളിൽ ഒരു ചിക്കൻ ഡിന്നറടക്കം 57 ഫിനിഷോട് കൂടിയിട്ട് 92 പോയിന്റ് ആണ് കാർണിവൽ ഗെയിമിംഗ് സ്വന്തമാക്കിയത്. വേറെ ലെവല് ഡോമിനേഷൻ തന്നെ ടീം കാഴ്ചവെച്ചു. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് സോളാണ്. മാച്ച് 1 തന്നെ സോൾ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് മാച്ച് 1 ടീം സ്വന്തമാക്കിയത്. സൗമ്യ 6 ഫിനിഷസ് ടീമിന് വേണ്ടി സ്വന്തമാക്കി. അങ്ങനെ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 67 പോയിന്റ് സെക്കൻഡ് പൊസിഷനിൽ സോള് നിൽക്കുന്നുണ്ട്. ആൻഡ് തേർഡ് VXT ആണ് നിൽക്കുന്നത്. മാച്ച് 2 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവരും സ്വന്തമാക്കി. അങ്ങനെ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 66 പോയിന്റ് തേർഡ് പൊസിഷനിൽ തന്നെ VXT നിൽക്കുന്നത്. നമ്മളെ എസ്പവർ ടീമിൽ ജോയിൻ ചെയ്തോട് കൂടിയിട്ട് ടീമിന്റെ ആ ഒരു അഗ്രഷന്റെ ലെവൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, നമ്മളെ സോമരാജിന്റെ ടീം ഭയങ്കര പാസീവ് ആയിട്ടാണ് കളിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ 2 ടൂർണമെന്റുകളും ഭയങ്കര ഒരു അഗ്രസീവ് മൈൻഡോട് കൂടിയിട്ട് തന്നെയാണ് സോമരാജിന്റെ ഈ ഒരു VXT കളിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പവറിന്റെ ആ ഒരു എഡിഷൻ അടിപൊളിയാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ കാർണിവൽ ഗെയിമിങ്ങിന്റെ IG ഹെക്ടർ ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 25 ഫിനിഷസുമായിട്ട്. സെക്കൻഡ് എസ്പവർ നിൽക്കുന്നുണ്ട്. ഏത് ടീമിലായാലും എസ്പവറിന്റെ ആ ഒരു ഗൺ പവറിൽ ഒരു കുറവും വരാറില്ല. ഇപ്പോഴും ആ ഒരു ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മലയാളി പ്ലെയർ ആയുള്ള സൈറക്സ് 4th പൊസിഷനിൽ നിൽക്കുന്നുണ്ട് 14. നമുക്കറിയാം സൈറക്സ് പല T1 ടീമുകളും കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീമിലൊന്നും സൈറക്സിന്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ CGയിൽ ആ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. ഫ്യൂച്ചറിലും ഈ ഒരു വേറെ ലെവൽ ഡോമിനേഷൻ സൈറക്സിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സമത്വം എന്നുള്ള യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന കുറച്ച് ലൈനപ്പ് ചേഞ്ചുകളാണ്. റെക്കനിങ് സ്പോർട്സും വിൻഗോഡും നമ്മളെ ഇൻഡസ് ബാറ്റിൽ റോയലിന്റെ ലൈനപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫെബ്രുവരിയിൽ 2 കോടി രൂപയുടെ ഒരു പ്രൈസ് പൂൾ ഇവന്റ് വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് T1 ടീമുകൾ ഇൻഡസ് ബാറ്റിൽ റോയലിന്റെ ആ ഒരു ലൈനപ്പ് അനൗൺസ് ചെയ്യുന്നത്. ഇനി ടോപ്പ് T1 ടീമുകൾ നമുക്ക് സോള്, ഗോഡല്, RNTX തുടങ്ങിയുള്ള ടീമുകളൊക്കെ അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ ലൈനപ്പ് അനൗൺസ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും വിൻഗോഡിന്റെ ആ ഒരു ലൈനപ്പ് അനൗൺസ്മെന്റോട് കൂടിയിട്ട് വിൻഗോഡിന്റെ BGMA IGL ആയി നിന്നിരുന്ന അവിയുടെ ഒരു സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആദ്യം ഞങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ തരും, എന്നിട്ട് പിന്നെ നിങ്ങൾ പുതിയ പുതിയ ലൈനപ്പുകൾ എടുക്കും എന്നുള്ള രീതിയിലായിരുന്നു അവിയുടെ ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത്. അതായത് അവർക്ക് ഇതുവരെ സാലറി പോലും കിട്ടിയിട്ടില്ല, എന്നിട്ടാണ് അവർ പുതിയ പുതിയ ലൈനപ്പിനെ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റോറിയാണ് നമുക്ക് അവിയുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് ഗോൾ ലേക്കിന്റെ BGMA ലൈനപ്പിൽ ഇതാ പുതിയൊരു പ്ലെയറും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. സാപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആണ് നമ്മളെ ഗോൾ ലേക്കിന്റെ BGMA ലൈനപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലെയർ പ്യുവർ ഒരു അണ്ടർഡോഗ് പ്ലെയർ ആയിരുന്നു. അതിനുശേഷം WSBയിലേക്ക് വന്നു, K9 കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഗോൾ ലേക്കിലേക്കും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഗോൾ ലേക്കിൽ 6 മാൻ റോസ്റ്റേഴ്സായി സീഗോഡ് നമുക്കറിയാം ഫുള്ളി കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 മാൻ റോസ്റ്റേഴ്സ് ആയിരിക്കും നമ്മളെ ഗോൾ ലേക്കിൽ കറന്റ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി എങ്ങനെയായിരിക്കും ആ ഒരു പ്ലേയിങ് ഫോർ അവർ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസ് എന്ന PC ഗെയിമിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റിൽ നമ്മൾ ഈഗിള് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈഗിള് ക്വാളിഫയേഴ്സ് 1 ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കാതെ ക്വാളിഫയേഴ്സ് 2 കളിക്കുകയും അവിടെ ടോപ്പ് 2 എത്തിയിരുന്നെങ്കിൽ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ക്വാളിഫയേഴ്സ് 2 തേർഡ് പൊസിഷനിലായിരുന്നു ഈഗിൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാതെ ടീം ഈഗിൾ പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റിൽ ടീം ഈഗിൾ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഫൈനൽസിലേക്ക് പോലും എത്താനായിട്ട് സാധിച്ചില്ല. ചാമ്പ്യൻ ആയത് ടീം റെബൽ തന്നെയാണ്. കഴിഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റിലും റെബൽ തന്നെയാണ് ചാമ്പ്യൻ ആയത്. ഇത്തവണ നമുക്ക് റെബലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചാമ്പ്യൻ പട്ടം കാണാനായിട്ട് സാധിച്ചു. സെക്കൻഡ് എത്തിയത് മിലിയുടെ ടീമുമാണ്.
എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് ഒരു കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ചലഞ്ച് സീസൺ, അതായത് സെമി ഫൈനൽസ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ ഐക്യൂടെ ആ ഒരു ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേയേഴ്സിന്റെയും ടീമിന്റെയും ഐക്യൂ എന്നുള്ള പേര് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ടീമിന്റെ ഫ്രണ്ട് ലൈനിൽ, അതായത് IQ RNTX പിന്നെ പേര് പ്ലെയറുടെ പേരായിരുന്നു, അത് മാറ്റിയിട്ട് IQ എന്നുള്ള ആ ഒരു സാധനം ലാസ്റ്റിലേക്ക്, അതായത് ടീമിന്റെ പേര് പിന്നെ പ്ലെയറുടെ പേര് പിന്നെ IQ എന്നുള്ള രീതിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റേഴ്സും ഐക്യു പ്ലെയറിന്റെ പേര് പറയുമ്പോൾ IQ എന്നുള്ള ആ ഒരു പേരും ഉച്ചരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേരും പറയുന്നില്ല. പക്ഷെ ആ ഒരു IQ എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിം ആ ഒരു ടാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ XFMന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമ്മളെ ഈവിള് ഈ ഒരു ടീമിലാണ് കളിക്കുന്നത്. പക്ഷെ ഇന്നലെ നമുക്ക് ആ ഒരു മാച്ചിൽ ടീമിനെ ഈവിളിനെ കാണാനായിട്ട് സാധിച്ചില്ല. പകരം ഷോഗൺ ആയിരുന്നു ടീമിന്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 2 കാർണിവൽ ഗെയിമിങ്ങിന്റെ വക നമുക്ക് ആ ഒരു അടിപൊളി ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഹെക്ടർ 5ഉം നിയോ 4 ഫിനിഷും സ്വന്തമാക്കി. സൈറക്സിന്റെ വക ഒരു ഫിനിഷും കാണാനായിട്ട് സാധിച്ചു. ആൻഡ് മാച്ച് 3 ടീം ജെല്ലിയുടെ വക 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 4 സാൻഹോക്കിൽ VXTയുടെ വക ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 23 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. IGL സോമരാജ് 8 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. പൊതുവെ സോമരാജിന്റെ ആ ഒരു ലൈനപ്പ് ഈ ഒരു ലെവലിലുള്ള അഗ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കാറില്ല. പക്ഷെ എസ്പവർ വന്നതോടുകൂടി ടീമിൽ വേറെ ലെവൽ അഗ്രഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് മാച്ച് 5 റെഡ് എക്സ് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനെ സ്വന്തമാക്കി. ഇവിടെയും VSTക്ക് ആ ഒരു ചിക്കനിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയായിരുന്നു. പക്ഷേ സോൺ ഔട്ടിൽ നിന്നും മോജിയുടെ വിസ്ഗോഡ് വന്നിട്ട് ആ ഒരു സ്വപ്നം തകർക്കുകയാണ് ചെയ്ത് റെഡ് എക്സ് ആ ഒരു ചിക്കനിനെ സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ ക്ലച്ച് ഗോളിന്റെ ടീമായ ഗുജറാത്ത് ടൈഗേഴ്സ് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. അവിടെ ക്ലച്ച് ഗോളിന്റെ വക 6 ഫിനിഷസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ ടീം VXT തന്നെയാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത്. 35 ഫിനിഷസോട് കൂടിയിട്ട് 51 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. സെക്കൻഡ് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 35 പോയിന്റുമായിട്ട്. തേർഡ് ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്നുണ്ട് 30 പോയിന്റുമായിട്ട്. 6ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 26 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 26 പോയിന്റുമായിട്ട്. 9ാം സ്ഥാനത്ത് XFM നിൽക്കുന്നുണ്ട് 24 പോയിന്റുമായിട്ട്. നമ്മുടെ മല്ലൂർക്കായുള്ള മിത്ത് ഒഫീഷ്യൽസ് ഏറ്റവും ലാസ്റ്റ് 32ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വെറും ഒരു പോയിന്റ് മാത്രമേ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അവർ നല്ലൊരു കംബാക്ക് കാഴ്ചവെക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഡേ 2 മത്സരങ്ങൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏകദേശം 12 ദിവസം നീണ്ടു നിൽക്കുന്ന സെമി ഫൈനൽസ് ആണുള്ളത്. ഏകദേശം 36 മാച്ചുകൾ ഒരു ടീമിനുണ്ടാവും. അതിൽ നിന്നും 16 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലെവലിൽ തന്നെ ഓരോ ടീമുകളും കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.